നേരത്തെ കാൽനട യാത്രക്കാർ സൂക്ഷിക്കണമെന്ന് പറഞ്ഞില്ലേ? അത് മാത്രമല്ല, ട്രാഫിക്കിനെ കുറിച്ച് മറ്റു ചിലത് കൂടി ചില കണക്കുകളായി വരുന്നുണ്ട്. ഏഷ്യയിലെ ഏറ്റവും കൂടുതൽ ഗതാഗത കുരുക്കുള്ള നഗരങ്ങളുടെ പട്ടികയിൽ 1-ാം സ്ഥാനം വീണ്ടും ഉറപ്പിച്ചിരിക്കുകയാണ് നമ്മ ബംഗളൂരു. ടോം ഇൻഡെക്സ് 55 രാജ്യങ്ങളിലെ 357 നഗരങ്ങളിൽ നടത്തിയ പഠനത്തിലാണ് ബംഗളൂരുവിനെ തെരഞ്ഞെടുത്തത്. അഴിച്ചെടുക്കാൻ പറ്റാത്ത വിധം നഗരം കുരുങ്ങുന്നതിന്റെ കാരണം എന്തായിരിക്കും? ഈ കുപ്രസിദ്ധിക്ക് പിന്നിൽ ആരാണ്? അന്വേഷിക്കാൻ നദീറ പോയിട്ടുണ്ട്. കണ്ടുവരാം. സുജയ, ഗതാഗത കുരുക്കിൻ്റെ പേരിലുള്ള അവാർഡ് ഒരിക്കലും നമ്മൾ വിട്ടുതരില്ല എന്നാണ് ബംഗളൂരു നഗരം പറയുന്നത്. ഇത്തവണയും ഏഷ്യയിലെ ഏറ്റവും ട്രാഫിക്കുള്ള നഗരമായിട്ട് ബംഗളൂരു തന്നെ തിരഞ്ഞെടുക്കപ്പെട്ടിരിക്കുകയാണ്. ഏറ്റവും വേസ്റ്റ് ട്രാഫിക്, അതായത് മനുഷ്യനെ സഹിക്കാവുന്നതിലപ്പുറമാണ് ട്രാഫിക് കുരുക്കിൽ പെട്ട് കഴിഞ്ഞാലുള്ള അവസ്ഥ. ഏകദേശം ഒരു വർഷം നമ്മൾ 132 മണിക്കൂർ അധികം ആളുകൾ ബംഗളൂരുവിലെ ട്രാഫിക്കിൽ കഴിയുന്നു എന്നാണ് ഈ പഠന റിപ്പോർട്ട്. ഏഷ്യയിലെ ഏറ്റവും മോശം നഗരങ്ങളുടെ പട്ടികയിൽ 1ാമത് ബംഗളൂരു, 2ാമത് പുനെ, മഹാരാഷ്ട്രയിലെ പുനെയുമാണ് വന്നിരിക്കുന്നത്. ടോം ഇൻഡെക്സിൻ്റെ പഠന റിപ്പോർട്ടാണ് പുറത്തു വന്നിരിക്കുന്നത്. അവരുണ്ടല്ലോ 55 രാജ്യങ്ങളിലായി 387 നഗരങ്ങളിലാണ് പഠനം നടത്തിയത്. അങ്ങനെ അവർ കണ്ടെത്തിയ കാര്യമാണ്. എന്നാലും എന്തുകൊണ്ടാണ് ബംഗളൂരുവിൽ ഇങ്ങനെ വലിയ ട്രാഫിക് കുരുക്കുണ്ടാവുന്നത് എന്നത് എല്ലാവരും ചർച്ച ചെയ്യുന്ന വിഷയമാണ്. എത്രയോ വർഷങ്ങളായിട്ട് ഇത് കേൾക്കുന്നതാണ്. എന്തുകൊണ്ട് ഇതിൽ നിന്നൊരു മോചനം ബംഗളൂരുവിന് ഇല്ല എന്ന് നമ്മളെപ്പോഴും ആലോചിക്കാറുണ്ട്. അതിനെക്കുറിച്ച് നമുക്ക് കൂടുതലായി പറഞ്ഞു തരാനായി ബംഗളൂരുവിലൊരു മലയാളിയായ ട്രാഫിക് വാർഡനുണ്ട്. ഫിറോസ് ഖാൻ എന്നാണ് പേര്. തിരുവനന്തപുരം സ്വദേശിയാണ്. അദ്ദേഹം ഇവിടുത്തെ ഡെപ്യൂട്ടി ചീഫ് ട്രാഫിക് വാർഡനാണ്. നമുക്ക് അദ്ദേഹത്തോട് തന്നെ ചോദിക്കാം എന്തുകൊണ്ടാണ് ഈ നഗരത്തിൻ്റെ കുരുക്കഴിക്കാൻ പറ്റാത്തത് എന്ന്. വരും. ഹായ്, എന്തുണ്ട്? നമുക്ക് വീണ്ടും അവാർഡ് കിട്ടിയല്ലോ. താങ്ക് യു. അത് ബാംഗ്ലൂർ അല്ല തിരഞ്ഞെടുക്കുന്നത്, ബാംഗ്ലൂരിൻ്റെ ഇൻഫ്രാസ്ട്രക്ചറും അല്ല തിരഞ്ഞെടുക്കുന്നത്. ബാംഗ്ലൂരിലേക്ക് വരുന്ന ആൾക്കാരാണ് ഇത് ബാംഗ്ലൂരിനെ ഈ കുപ്രസിദ്ധിയിലേക്ക് നയിക്കുന്നത്. അതായത് ബാംഗ്ലൂരിൻ്റെ ഇൻഫ്രാസ്ട്രക്ചറും ബാംഗ്ലൂരിൻ്റെ ട്രാഫിക് മാനേജ്മെൻറ്റും ഇന്ത്യയിലെ ടോപ്പ് നോച്ച് മാനേജ്മെൻറ്റാണ്. ഈ ടെക്നോളജി സംബന്ധിപ്പിച്ച് ബാംഗ്ലൂരിൽ ഇപ്പം നമ്മളിലുള്ള നിലവിലുള്ള ട്രാഫിക് മാനേജ്മെൻറ്റ് വേറെ വേറെ സ്റ്റേറ്റിലും കോപ്പി ചെയ്യുന്ന ഒരു സാധനമാണ്. കാരണം വെച്ചാൽ അത്രയ്ക്കും നല്ലൊരു ഇൻഫ്രാസ്ട്രക്ചറാണ് നമ്മുടെ ട്രാഫിക്കിൻ്റെ ഉള്ളത്. ഇതിനെ പ്രശ്നമാക്കുന്നത് പബ്ലിക്കാണ്. പബ്ലിക് എന്ന് പറഞ്ഞാൽ ഇപ്പം കുറച്ച് റോഡ് നിലവാരം ശരിയില്ലെങ്കിൽ പെട്ടെന്ന് പറയും റോഡ് ഇങ്ങനെയാണ് അങ്ങനെയാണെന്ന്. ഇപ്പം നല്ല റോഡ് കൊടുത്താൽ മൈസൂർ റോഡും ബാംഗ്ലൂർ റോഡും എന്താണെന്ന് സംഭവം അറിയാമല്ലോ. സ്പീഡായിട്ട് വണ്ടി ഓടിക്കും, ആക്സിഡൻ്റ് ആവും. പിന്നെ ഈ നമ്മൾ എന്ന് വരെ ഈ ഒരു വീട്ടിൻ്റെ മുമ്പത്ത് ഞാൻ കാറില്ലാതെ പോയാൽ എന്നെ എന്ത് വിചാരിക്കും എന്നുള്ളൊരു ചിന്താഗതി, അല്ല ഒരു ഓഫീസിൻ്റെ മുമ്പിൽ പോകുമ്പം നമുക്ക് എപ്പോഴും പോകുന്ന ഒരു എ ടു ബി ഒരു സ്പോട്ടായിരിക്കും. പക്ഷേ നമ്മൾ അവിടെ കാറിലോ നമ്മുടെ എന്തെങ്കിലും വലിയൊരു വാഹനത്തിലോ ഒറ്റയ്ക്കിരുന്ന് പോകും. നമുക്ക് ഈ പബ്ലിക് ട്രാൻസ്പോർട്ട് യൂസ് ചെയ്യുന്നില്ല. പബ്ലിക് ട്രാൻസ്പോർട്ട് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ കുറേ കാര്യങ്ങളൊക്കെ നടക്കുന്നതാണ്. ഫിറോസ് ഖാൻ എന്ന ഡെപ്യൂട്ടി ട്രാഫിക് വാർഡനെ പറയാനുള്ളത്. ബംഗളൂരുവിലെ നിയമങ്ങളൊക്കെ അനുസരിച്ചാൽ ട്രാഫിക് വളരെ സ്മൂത്താകും. ഇത്ര വലിയ തിരക്കുള്ള നഗരം എന്ന ഒരു കുപ്രസിദ്ധിയൊന്നും ബാംഗ്ലൂരിനുണ്ടാവില്ല. നല്ല രീതിയിൽ ട്രാഫിക് മുന്നോട്ട് പോകും. ആളുകൾക്ക് സുഗമമായി സഞ്ചരിക്കാനാവും. ഈ പറഞ്ഞ പോലെ റോഡിൽ കുറേ നേരം നിൽക്കുന്ന അവസ്ഥയൊക്കെ മാറുമെന്നാണ് ഇദ്ദേഹം പറയുന്നത്. വീഡിയോ ജേർണലിസ്റ്റ് റിജോയ്ക്കൊപ്പം റിപ്പോർട്ടർ നദീറ, ഇൻ റിപ്പോർട്ടർ, ബംഗളൂരു.